പരന്നുകിടക്കുന്ന നിരവധി കുന്നുകൾ. ആ കുന്നുകൾക്ക് മുകളിൽ ശക്തനും വേഗത്തിൽ ആകാശത്തിലേക്ക് പറന്നുയരുകയും ചെയ്യുന്ന ഒരു പരുന്ത് കൂട്ടുകൂടിയിരുന്നു. എന്നാൽ ആ പരുന്തിൻ്റെ ഉൾമനസ്സിൽ ശൂന്യതയായിരുന്നു നിറഞ്ഞു നിന്നത്. ഞാൻ എന്താണിങ്ങനെ? ഞാനൊരു പരുന്താണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അർഹതയുണ്ടോ? ഞാൻ ആകാശത്തിലേക്ക് പറന്നുയരുന്നു, പക്ഷേ എന്ത് പ്രയോജനമാണതിനുള്ളത്? മനോഹരമായി പാടുന്ന രാപ്പാടിയെപ്പോലെയോ ഐക്യത്തോട് ജോലി ചെയ്യുന്ന തേനീച്ചകളെപ്പോലെയോ അല്ല. ഞാൻ ഒറ്റയ്ക്കാണ്, അർത്ഥമേതുമില്ലാതെ പറക്കുന്ന ഒരു പരുന്ത് പലപ്പോഴും ചിന്തിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിനം പരുന്ത് പറക്കുന്നത് നിർത്തിവെച്ചു. ഒരു മരത്തിൻ്റെ ചില്ലയിലിരുന്ന പരുന്ത് തൻ്റെ ചുറ്റിനുമുള്ള കാഴ്ചകളിലേക്ക് ശ്രദ്ധ കൊടുത്തു. ആ മരത്തിൻ്റെ മറ്റൊരു ചില്ലയിൽ ഒരു തത്ത കൂടുകൂട്ടിയിരുന്നു. പരുന്തിനെ ശ്രദ്ധിച്ച തത്ത സംശയത്തോടെ ആ പരുന്തിനോട് ചോദ്യമുന്നയിച്ചു. അല്ലയോ പരുന്തെ, നീ ഇത്രയും വിഷണ്ണനായതെന്തിന്? ഞാനൊരു പരുന്തായി നിലനിൽക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഈ ലോകത്തിന് എന്ത് നൽകാനാണ്? മറുപടിയായി പറഞ്ഞുകൊണ്ട് ആ പരുന്ത് നിശ്വസിച്ചു. അത് കേൾക്കെ തത്ത പുഞ്ചിരിച്ചു. എന്നോടൊപ്പം വരൂ, ഞാൻ നിനക്ക് ഒരു കാര്യം കാണിച്ചു തരാം. പറഞ്ഞുകൊണ്ട് ആ തത്ത പറന്നുയർന്നു. ആശ്ചര്യത്തോടെ പരുന്ത് തത്തയെ അനുഗമിച്ചു. ഇരുവരും ഒരു താഴ്വരയിൽ എത്തിച്ചേർന്നു. അവിടെ അതിശക്തമായ കൊടുങ്കാറ്റിൽ ആടിയൊളിഞ്ഞുകൊണ്ടിരുന്ന ഒരു മരത്തിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തത്ത പരുന്തിനോട് പറഞ്ഞു, അങ്ങോട്ട് നോക്കിക്കേ. ആ മരത്തിൻ്റെ ഒരു ചില്ലയിലേക്ക് നോക്കിയ പരുന്ത് കണ്ടത് അതിശക്തമായ കൊടുങ്കാറ്റിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കാക്കകളെയായിരുന്നു. എന്നാൽ അതേസമയം ഒരു സ്വർണ്ണപ്പരുന്ത് ആ ചില്ലയിൽ നിന്നും കൊടുങ്കാറ്റിനെ അതിജീവിച്ച് അതിവേഗത്തിൽ പറന്നുയർന്നു. ആ കാഴ്ച കാണുകയെ പരുന്ത് തത്തയൊറ്റു നോക്കി. ആ പറന്നുയർന്ന സ്വർണ്ണപ്പരുന്തിനെ കണ്ടില്ലേ? അവൻ ആ കൊടുങ്കാറ്റിലും ഭയമേതുമില്ലാതെ പറന്നുയർന്നില്ലേ? അതാണ് ഒരു പരുന്ത് ചെയ്യുക, തത്ത പുഞ്ചിരിയോടെ പറഞ്ഞു. നിസ്സഹായതോടെ നിന്ന കാക്കക്കൂട്ടത്തിന് പരുന്ത് സഹായം വാഗ്ദാനം ചെയ്യുകയും അവരെ സുരക്ഷിതരായി മറ്റൊരു താമസ സ്ഥലത്തേക്ക് എത്തിക്കുകയും ചെയ്തു. നിന്റെ ശക്തി നിനക്കായി മാത്രമുള്ളതല്ല, ഈ ലോകത്തിനുമുള്ളതാണ്. എനിക്കോ മറ്റു പക്ഷികൾക്കോ കഴിയാത്തത് നിനക്ക് ചെയ്യാനാകും. മറ്റുള്ളവർ ഭയക്കുന്നതിനെ നേരിടാനും ആവശ്യമുള്ളപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനും നിനക്ക് കഴിയും. അതുകൊണ്ട് ഈ ലോകത്തിന് പരുന്തിനെ കൊണ്ട് ആവശ്യങ്ങളേറെയാണ്. തത്ത പറഞ്ഞത് കേൾക്കവേ തൻ്റെ ചിന്തകൾ ഏത് തലത്തിലുള്ളതായിരുന്നുവെന്നും തൻ്റെ അർഹതയും അവൻ മനസ്സിലാക്കി. പുതിയ ലക്ഷ്യത്തോടെ തൻ്റെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടെന്ന് ഉറപ്പിച്ചുകൊണ്ട് ആ പരുന്ത് ആകാശത്തിലേക്ക് അതിവേഗത്തിൽ പറന്നുയർന്നു. നമ്മുടെ മൂല്യം ഒരിക്കലും മറ്റുള്ളവരെ താരതമ്യം ചെയ്തു നിർണ്ണയിക്കേണ്ട ഒന്നല്ല, മറിച്ച് നമ്മുടെ കഴിവുകളെയും ശക്തികളെയും മനസ്സിലാക്കി വേണം. നിങ്ങൾ വിചാരിക്കുന്നതിന് മുകളിലാകാം നിങ്ങളുടെ കഴിവുകൾ. അതുകൊണ്ട് തന്നെ സ്വയം മനസ്സിലാക്കി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കണ്ടെത്താൻ മറക്കരുത്.